സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്കൊപ്പം കൈകോർത്ത എം.കെ. മുനീറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. എം.കെ. മുനീറിനെതിരെ ഗൗരവതരമായ അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ആവശ്യപ്പെട്ടു. എം.കെ. മുനീർ യുവാക്കളെ സ്വർണ്ണക്കടത്തുമായി കണ്ണുചേർക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്നവർക്ക് താമസമൊരുക്കിയത് സ്വർണ്ണക്കടത്തിനെന്നും എം.കെ. മുനീറിനെതിരെ ഗൗരവമായ അന്വേഷണം നടത്തണമെന്നും വി.കെ. സനോജ് പറഞ്ഞു. ഈ എം.കെ. മുനീറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വർണ്ണക്കടയുമായി അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ചേർന്ന് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളെ പാർപ്പിക്കാൻ വേണ്ടി അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ ആളുകളെല്ലാം ധരിച്ചത് നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ചെറുപ്പക്കാർ വിദേശത്തൊക്കെ പോകുമ്പോൾ ഗൾഫിലൊക്കെ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ കുറച്ച് ആളുകൾക്ക് അവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യം കിട്ടും എന്നാണ്. ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗമായിട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അബുലൈസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഈ അബുലൈസ് എന്ന് പറയുന്ന കക്ഷി നേരത്തെ കരിപ്പൂർ വഴി കിലോ കണക്കിന് സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ്. മാത്രമല്ല വലിയൊരു മാഫിയ സംഘത്തിൻ്റെ തലവൻ കൂടിയാണ്. ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എം.കെ. മുനീറിനെതിരായ ആരോപണത്തിൽ ലീഗ് മറുപടി പറയണമെന്ന് INL പറഞ്ഞു. എം.കെ. മുനീർ ചെയർമാനായ അമാന എംബ്രേസ് പ്രോജക്റ്റിൽ താമസമൊരുക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാരിയർമാർക്കാണെന്നും അബുലൈസിനെ തന്നെ പ്രൊമോട്ടറാക്കിയത് സ്വർണ്ണക്കടത്തുകാരുമായുള്ള മുനീറിന്റെ ബന്ധത്തെയാണ് തെളിയിക്കുന്നതെന്നും INL ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.